ആ പരിപാടിയിൽ വെച്ച് ഒരു ആത്മീയ പ്രഭാഷകനാണ്, മലേഷ്യയിലെ ഒരു ആത്മീയ പ്രഭാഷകനാണ് ഈ ഒരു ആശയം പറയുന്നത്. ആശയം പറയുന്നതെന്ന് പറഞ്ഞാൽ പല വിദേശ രാജ്യങ്ങളിൽ നിന്നും പിന്നെ ശബരിമലയിലേക്ക് എത്തുവാൻ സാങ്കേതികപരമായ ചില തടസ്സങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം നിങ്ങൾ അവരെ എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു അയ്യപ്പ കൂട്ടായ്മ, ലോകത്തിലുള്ള എല്ലാ അവരുടെയും പ്രശ്നങ്ങൾ പഠിക്കുവാനും പ്രശ്നങ്ങൾ അറിയുവാനും ഒക്കെ ആയിട്ടൊരു കൂട്ടായ്മ സംഘടിപ്പിക്കണം എന്ന് അവർ പറഞ്ഞു. ആ ഒരു ആശയത്തിൽ നിന്നാണ് ഒരു ആഗോള അയ്യപ്പ സംഗമം വിളിക്കണമെന്നുള്ളൊരു ആശയം ഞങ്ങൾ ബോർഡിൽ രൂപപ്പെട്ടത്. അത് ദേവസ്വം വകുപ്പ് മന്ത്രിയോട് പറയുകയും അങ്ങനെ ഗവൺമെൻറ്റും കൂടി സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശബരിമലയുടെ ഖ്യാതിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മതമൈത്രിയാണ് അവിടുത്തെ പ്രത്യേകത. ഭക്തനും ഭഗവാനും ഒന്നാണ് എന്നുള്ളതാണ് അവിടുത്തെ സങ്കല്പം. ഭാഷാ വ്യത്യാസമില്ല, ദേശവ്യത്യാസമില്ല, വേഷവ്യത്യാസമില്ല, ജാതിയില്ല, മതമില്ല, മാനവനെല്ലാം അവിടേക്ക് വരാം എന്നുള്ളതാണ് സങ്കല്പം. ആ മഹത്തായ അമ്പലത്തിൻ്റെ ഖ്യാതി ലോകമെങ്ങും പരത്തുക. ഒപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് അവിടേക്ക് ആളുകൾ വരുന്നത്. ശ്രീലങ്കയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. ശ്രീലങ്ക, മലേഷ്യ, ഓസ്ട്രേലിയ, കാനഡ, അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്നു. അപ്പം അവരെല്ലാം ഇവിടെ കൊണ്ടുവരിക. ഒപ്പം തന്നെ 4 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഹൈപ്പവർ കമ്മിറ്റിയാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ കൊണ്ടൊരു മാസ്റ്റർ പ്ലാൻ, ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. 4 മാസങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് ആ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു. അപ്പോൾ സ്വാഭാവികമായും ശബരിമലയുടെ ഒരു വികസനം വേണം, ആ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വേണം. അപ്പോൾ ശബരിമലയുടെ ഖ്യാതി നാട്ടിലെങ്ങും ലോകത്തെങ്ങും എത്തിക്കുക. 2, ശബരിമലയുടെ വികസനം നമുക്ക് സാധ്യമാകണം. ഒരുപാട് പരിമിതികളും പരിസ്ഥിതി ദുർബലതയും ഒക്കെ ഉള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അവിടെ അതിനനുസരിച്ചുള്ള ഒരു വികസന പരിപാടികൾ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെ മുന്നിൽ ഈ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുക, അവരുടെ അഭിപ്രായം എടുക്കുക, അവരുടെ നിർദ്ദേശങ്ങൾ എടുക്കുക, അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക. ഇത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ ശബരിമലയുടെ മുഴുവനായിട്ടുള്ളൊരു വികസനം, അടിസ്ഥാനപരമായ വികസനം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. മാത്രമല്ല, അതിൽ ഞങ്ങൾക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ശബരിമലയാണ് ദേവസ്വം ബോർഡിൻ്റെ വരുമാന മാർഗം എന്ന് പറയുന്നത്. 1252 ക്ഷേത്രങ്ങളിൽ കേവലം 50 ക്ഷേത്രങ്ങളിൽ മാത്രമാണ് വരുമാനമുള്ളത്. 840 കോടി രൂപയാണ് ഞങ്ങളുടെ വരുമാനം, ഒരു വർഷത്തെ വരുമാനം. അതിൽ 600 കോടി രൂപ ശബരിമലയിൽ നിന്ന് കിട്ടുന്നതാണ്. ആ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ 1200 ക്ഷേത്രം നടപ്പിലാക്കിക്കൊണ്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ശബരിമല ദേവസ്വം ബോർഡിൻ്റെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അന്നദാതാവാണ്. അപ്പോൾ ശബരിമലയുടെ വികസനം, എല്ലാ തരത്തിലും ശബരിമലയുടെ വികസനം അവിടെ എത്തുന്ന ഭക്തർക്ക് ഗുണകരമാണ്. ഒപ്പം തിരുവിതാംകൂറിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ഡെവലപ്മെൻറ്റ്സിനും വളരെ വലുതാണ്. അതുകൊണ്ടാണ് നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ വെച്ചിട്ട് ശബരിമലയുടെ അടിസ്ഥാന വികസനം എന്നുള്ളത് സങ്കല്പം മാത്രമാണ്. അതാണ് അതിൻ്റെ അടിസ്ഥാനം. അല്ലാതെ ഇതിനൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോയി, ദയവായി ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോയി തകർത്ത് കളയരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടുള്ളത്. പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനും ഒക്കെ എല്ലാവർക്കും അവകാശമുണ്ട്. അതൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒരാളെയും ഞങ്ങൾ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നില്ല. എല്ലാവരും ഇത് ദേവസ്വം ബോർഡാണ് ഇത് സംഘടിപ്പിക്കുന്നത്. പക്ഷേ എപ്പോഴും നമുക്കറിയാമല്ലോ, ഇത്രയും വിദേശത്തുനിന്ന് ആളുകളും 10,000 പേരെ സംഘടിപ്പിച്ചുകൊണ്ടൊരു സംഭവമൊക്കെ ആകുമ്പോൾ സർക്കാരിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് നടത്താൻ പറ്റില്ലല്ലോ. മാത്രമല്ല 70 ദിവസത്തെ മണ്ഡലം മകരവിളക്ക് മഹോത്സവം അതുപോലെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയല്ലേ. പോലീസ്, ആരോഗ്യവകുപ്പ്, വാട്ടർ അതോറിറ്റി, അങ്ങനെ എല്ലാ സംവിധാനങ്ങളുടെയും ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ ആരും ഒഴിവാക്കുന്നില്ല. ഇപ്പോൾ മുഖ്യ രക്ഷാധികാരി മുഖ്യമന്ത്രിയാണ്, രക്ഷാധികാരികളായി ദേവസ്വം വകുപ്പ് മന്ത്രി, സ്പീക്കർ, നമ്മുടെ പ്രതിപക്ഷ നേതാവ്, അങ്ങനെ ആരെയും നമ്മൾ ഇതിൻ്റെ സംഘത്തിൽ ഞങ്ങൾ ഇവിടുത്തെ മത, സാമുദായിക, സാംസ്കാരിക സംഘടനകളെല്ലാം ഞങ്ങൾ വിളിച്ചു. ഞങ്ങൾ ആരെയും ഒഴിവാക്കുന്നില്ല. ആധികാരികമായ എല്ലാ സംഘടനകളെയും ഞങ്ങൾ ഇതിൽ ക്ഷണിക്കും, ഇതിൻ്റെ ഭാഗമാക്കും. എല്ലാവരും കൂടി ഒരുമിച്ച് ഇത് ഒരു വലിയ വിജയമാക്കി മാറ്റണമെന്നാണ് ഞങ്ങളുടെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. അല്ല, ഈ സംഘപരിവാർ സംഘടനയാണോ BJP ആണോ എന്നുള്ളതല്ലോ പ്രശ്നം. ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അങ്ങോട്ടേക്ക് കടന്നു വരാം. പിന്നെ ഒരു സ്പെഷ്യൽ ഇൻവൈറ്റ്, നമുക്കിപ്പം 3000 പേര് ശബരിമലയുടെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തരെ ക്ഷണിക്കുമ്പോൾ ഒരുപാട് പേര് വരും. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ഇൻവൈറ്റീസ് ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ പോർട്ടലാണ്, ഞങ്ങളുടെ വെർച്വൽ ക്യൂവിൻ്റെ പോർട്ടലാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ 5 വർഷക്കാലമായി പാസ്പോർട്ട് വച്ച് രജിസ്റ്റർ ചെയ്ത ഏതാണ്ട് 15,000-ഓളം പേരുണ്ട്. അവരെ മുഴുവൻ നമുക്ക് ക്ഷണിക്കാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ 2-3 വർഷക്കാലങ്ങളായി സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന വിദേശത്തു നിന്നുള്ള ആളുകൾ ഒരു 10,000-3000 പേരുണ്ട്. അവർക്ക് നമ്മൾ ഇൻവിറ്റേഷൻ അയച്ചു കഴിഞ്ഞു. ശബരിമലയിൽ കാര്യം നന്നായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന പിന്നെ ഞങ്ങൾ ഇവിടെയുള്ള ആളുകൾ, ഇന്ത്യയിൽ നിന്നുള്ള വിവിധ ആളുകൾ, എല്ലാവരെയും കൂടി ഒരു ക്ഷണിക്കപ്പെടുന്ന ഒരു 3000 പേരെ, അതിലൊരു വിദേശത്ത് നിന്നൊരു 500 പേരെയാണ് അക്കോമഡേറ്റീവായി ഞങ്ങൾ
പിന്നെ ഉദ്ദേശിക്കുന്നത് 500 പേരെയാണ്. ആണ് ഭക്തന്മാരാവണമല്ലോ. ഞാൻ അതിൽ പറഞ്ഞത് ഇതിൻ്റെ ഒരൊറ്റ അടിസ്ഥാനം എന്ന് പറയുന്നത് ശബരിമലയുടെ വികസനവും ശബരിമലയിലെ വിശ്വാസവും ആചാരവും കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയവും ഭക്തിയും രണ്ടും രണ്ട് തന്നെയല്ലേ ഇതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഇതൊക്കെ നമുക്ക് ആലോചിക്കാവുന്ന വിഷയങ്ങളാണ്. എന്തായാലും ഞങ്ങൾ ആരെയും മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ഞങ്ങൾ അത് ആലോചിക്കും. ഞങ്ങൾക്ക് കാരണം ഇതിപ്പോൾ നമ്മൾ തുടക്കമല്ലേ, ഇതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ്റെയൊക്കെ ഒരു മട്ടിൽ വരുന്നേ ഉള്ളൂ. ഞങ്ങളുടെ കേന്ദ്രമന്ത്രിമാർ കാരണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഫെഡറൽ സംവിധാനമല്ലേ, ഇതിൽ ആരെയും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഉറപ്പായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഒട്ടേറെ പദ്ധതികൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ കേന്ദ്രമന്ത്രിമാർ ഞങ്ങളുടെ പിന്നെ ടൂറിസം വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ്, നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, അങ്ങനെയുള്ള മന്ത്രിമാർക്കെല്ലാം ആൾറെഡി ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ കത്ത് പോയി കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ കേന്ദ്രമന്ത്രിമാർ നമ്മുടെ ബഹുമാനായ സുരേഷ് ഗോപി, ബഹുമാനായ ജോർജ് കുര്യൻ, ഇവർക്കെല്ലാം ഞങ്ങളുടെ കത്ത് പോയി കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവിന് ഉള്ള കത്തും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആരെയും ഒഴിവാക്കുന്നില്ല. ഈ മുഖ്യമന്ത്രി സർക്കാർ അല്ല ചെയ്യുന്നത്, സർക്കാരിന് സഹായമുണ്ട്, ആരാധനയുടെ ഭാഗമാണ്. അങ്ങനെ ഒരു ആരാധനയുടെ ഭാഗമെങ്കിൽ അത് എങ്ങനെ സർക്കാർ നടത്തുമെന്നാണ് ഞങ്ങളല്ലേ ഇത് ചെയ്യുന്നത്. കാരണം ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സർക്കാരിന് സഹായമില്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങളീ പറയുന്നത് ഇതൊരു വ്യത്യസ്തമായ കാര്യമല്ല. കാരണം മണ്ഡല മകരവിളക്ക് മഹോത്സവം സംഘടിപ്പിക്കുന്നത് എങ്ങനെയാണ്? മണ്ഡല മകരവിളക്ക് മഹോത്സവം സംഘടിപ്പിക്കുന്നത് സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയല്ലേ. ദേവസ്വം ബോർഡ് നേരിട്ടാണെങ്കിലും സർക്കാരിൻ്റെ സഹായമില്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളത് കാണണ്ടേ. അപ്പോൾ അല്ലാതെ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം വിദേശത്തുനിന്ന് പ്രതിനിധികൾ വരുന്നു, ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വരുന്നു, VIPs വരുന്നു, മന്ത്രിമാർ വരുന്നു. ഇവരെയൊക്കെ ഒരു പിന്നെ പോലീസിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും പിന്നെ മറ്റ് സംവിധാനങ്ങൾ, റവന്യൂ വകുപ്പിൻ്റെയും ഒക്കെ സഹായമില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ സർക്കാരിൻ്റെ കൂടി ഒരു സഹായം, ഒരു പിന്തുണ വേണം. ആ പിന്തുണ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഉറപ്പായിട്ടും അവരെല്ലാം ഇതിൻ്റെ ക്ഷണിതാക്കളാണ്. ഉറപ്പാണ്, അവരെല്ലാം ഇതിൻ്റെ ക്ഷണിതാക്കളാണ്. പിന്നെ ശബരിമല, ഞാൻ പറഞ്ഞില്ലേ, ശബരിമലയിലെ വിശ്വാസമുള്ള, അതിൽ വരാൻ താല്പര്യമുള്ള ആളുകൾ ഒരുപാട് പേര് ഞങ്ങൾ ആലോചിക്കും. ഞങ്ങൾ ബഹുമാനായ നമുക്കറിയാം, നമ്മൾ ഗാനഗന്ധർവൻ യേശുദാസ്, അദ്ദേഹത്തെ കിട്ടുമെന്ന് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ മന്ത്രി അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. വന്നാൽ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ അദ്ദേഹത്തെ വരുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ശിവമണിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഏതാണ്ട് തത്വത്തിൽ അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സെലിബ്രിറ്റീസിനെല്ലാം തന്നെ, അത് മോഹൻലാലിനെ കിട്ടുമെന്ന് നോക്കാം, ജയറാമിനെ കിട്ടുമെന്ന് നോക്കാം, മറ്റ് സാംസ്കാരിക നായകന്മാരെ കിട്ടുമെന്ന് നോക്കാം. പരമാവധി ആളുകളെ പങ്കാളികളാക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഒപ്പം വിശ്വാസം, ആചാരവും ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഞാൻ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അത് ഞാനല്ല അതിൽ അഭിപ്രായം പറയേണ്ടത്. ഓക്കെ, ശരി, ഓക്കെ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ് ശബരിമലയിൽ പമ്പയിൽ സംഘടിപ്പിക്കുന്ന അയ്യപ്പ ഭക്ത സംഗമം സംബന്ധിച്ച വിശദീകരണം നടത്തുന്നത്. ഇത്